1200 വാട്ട് വരുന്ന ഒരു വാട്ടർ ഹീറ്റർ 8 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്ന ചോദ്യത്തെ ആസ്പദമാക്കി മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ 1200 വാട്ട് വരുന്ന വാട്ടർ ഹീറ്റർ 27 മിനിറ്റ് ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും? ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. ഇവിടെയും നമുക്ക് യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താനുള്ള ഫോർമുല അഥവാ കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്ന ഈ ഫോർമുല ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഈ ഫോർമുല നമ്മുടെ ഉത്തരക്കടലാസിൽ നമ്മൾ ആദ്യം എഴുതുക. അതിനുശേഷം കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു എന്നത് വീണ്ടും താഴോട്ട് എഴുതുക. ഇനി ഇവിടെ ഉദ്ദേശിക്കുന്ന വാട്ട് എന്നത് നമ്മുടെ ആ ഒരു ഉപകരണം അത് ഉപയോഗിക്കുന്ന വാട്ടാണ്. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ 1200 വാട്ട് വരുന്ന വാട്ടർ ഹീറ്റർ ആണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് വാട്ടിൻ്റെ സ്ഥാനത്ത് 1200 വാട്ട് എന്ന് എഴുതാം. അതിനുശേഷം ഇവിടെ കാണുന്ന ഇൻറ്റു മാർക്ക് അത് അതുപോലെ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇനി ഇൻറ്റു മാർക്കിന് ശേഷം ഫോർമുല അനുസരിച്ച് വരുന്നത് അവർ എന്നാണ്. പക്ഷേ നമുക്ക് ഈ അവറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇതുപോലെ 27 എന്ന് എഴുതാൻ സാധിക്കില്ല. കാരണം അവറിൻ്റെ സ്ഥാനത്ത് നമ്മൾ 27 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 27 മണിക്കൂറിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ചോദ്യം വരുന്നത് 1200 വാട്ട് വരുന്ന വാട്ടർ ഹീറ്റർ 27 മിനിറ്റ് ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് ചോദ്യം. 27 മിനിറ്റ് സമയത്ത് നമുക്ക് അവറിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 27 മിനിറ്റ് സമയത്ത് നമുക്ക് അവറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യേണ്ടത് 27 ശേഷം ഒരു ഡിവൈഡർ ബൈ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 60 എന്ന് എഴുതുക. എന്നിട്ട് രണ്ട് സൈഡിലും ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അവറിൻ്റെ സ്ഥാനത്ത് നമ്മൾ 27 ഡിവൈഡ് ബൈ 60 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് ഇത് 27 മിനിറ്റ് ഉപയോഗിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഫോർമുല അനുസരിച്ച് ബാക്കി വരുന്നത് ഡിവൈഡ് ബൈ 1000 എന്നതാണ്. അത് നമുക്ക് ഇതിൻ്റെ അടിയിൽ രേഖപ്പെടുത്താം. ഇനി അടുത്ത സ്റ്റെപ്പായി കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു 1200 വാട്ട് ഇൻറ്റു 27 ഡിവൈഡ് ബൈ 60 എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇരുപത്തിയേഴ് ഹരിക്കണം 60.
നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്നത് 0.45. അത് നമുക്ക് അവറിൻ്റെ സ്ഥാനത്ത് രേഖപ്പെടുത്താം. ഇവിടെ എഴുതിയ 0.45 എന്നത് അത് അവറാണ്. വാട്ട് ഇൻറ്റു 0.45 അവർ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഫോർമുല അനുസരിച്ച് ബാക്കി വരുന്നത് ഡിവൈഡഡ് ബൈ 1000 എന്നതാണ്. അത് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം. ഇനി അടുത്ത സ്റ്റെപ്പായി കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു എന്ന് എഴുതുക. അതിനുശേഷം ഈ 1200 വാട്ടിനെ 0.45 അവർ കൊണ്ട് ഗുണിക്കുക. വാട്ട് ഇൻറ്റു 0.45 അവർ ഈക്വൽ ടു നമുക്ക് ലഭിക്കുന്നത് 540 എന്നാണ്. ആ സംഖ്യ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ എഴുതിയ 540 എന്നത് നമ്മുടെ ഫോർമുല അനുസരിച്ച് വരുന്നത് വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്നതാണ് ഫോർമുല. അതിൽ 1200 വാട്ടിനെ 0.45 അവർ കൊണ്ട് ഗുണിച്ച സംഖ്യയാണ് 540 എന്നത്. ഇനി ഫോർമുല അനുസരിച്ച് ബാക്കി വരുന്നത് ഡിവൈഡഡ് ബൈ 1000 എന്നതാണ്. അത് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം. ഇനി നമുക്ക് 540 എന്ന സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കാം. 540നെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്നത് 0.54 എന്നതാണ്. 0.54 ആ സംഖ്യ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ എഴുതിയ 0.54 എന്നത് അത് യൂണിറ്റ് വൈദ്യുതിയാണ്. അതുകൊണ്ട് കിലോ വാട്ട് അവർ ഈക്വൽ ടു 0.54 യൂണിറ്റ് വൈദ്യുതി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 1200 വാട്ട് വരുന്ന വാട്ടർ ഹീറ്റർ 27 മിനിറ്റ് ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്ന ചോദ്യത്തിൻ്റെ ആൻസർ എന്നത് 0.54 യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് ആൻസർ.